ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോൻസ് ക്രിയേഷൻസ്. എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാൻ ഉപയോഗിച്ച് ഓക്കെ ആണെന്ന് തോന്നിയതിന് ശേഷം കുറച്ച് മാസങ്ങളായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഓക്കെ ആണെന്ന് തോന്നിയതിന് ശേഷമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ 2 സെറ്റായിട്ടാണ് വാങ്ങിയത്. നമ്മൾ മിക്കവരും ടെറസിൽ ഗാർഡനിങ് ചെയ്യുന്നവരും പച്ചക്കറി കൃഷി ചെയ്യുന്നവരൊക്കെ ടെറസ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ നീളമുള്ള സ്റ്റാൻഡൊക്കെ പോയി നമ്മൾ ഗ്രില്ലും ഗേറ്റും ഒക്കെ ചെയ്തെടുക്കുന്ന കടകളിൽ വെച്ച് പറഞ്ഞ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ ആമസോണിൽ പെട്ടെന്നൊരു അത്യാവശ്യത്തിന് സിംഗിൾ പീസായിട്ട് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ 600 സംതിങ്ങിൻ്റെ രൂപ ഓഫർ പ്രൈസിൽ 200-നും 250-നും ഇടയ്ക്ക് കിടക്കുകയായിരുന്നു. ഇതുപോലുള്ള 4 പീസുകൾക്കാണ് എത്രയായിരുന്നു എന്ന് കറക്റ്റ് വിലയൊന്നും ഓർക്കുന്നില്ല. 250, 200-ൻ്റെയും 250-യുടെയും ഇടയ്ക്ക് ആയിരുന്നു അതിൻ്റെ റേഞ്ച് വന്നിരുന്നത്. അപ്പോൾ അത്രയും റേറ്റ് കുറച്ച് കിട്ടിയതുകൊണ്ട് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു, വിലക്കുറവ് ഉണ്ടാകുമോ എന്നൊക്കെ. പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ നീളമുള്ള പോലത്തെ സ്റ്റാൻഡുകളും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പെട്ടെന്നിപ്പോൾ ഇതൊക്കെ ചെയ്തെടുക്കാൻ സമയമില്ലാത്തവർക്കും ഒക്കെ പെട്ടെന്ന് മേടിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതുപോലെ 4-4 8 എണ്ണം 2 ബോക്സായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റിനാണ് ഞാൻ 200-ൻ്റെയും 250-ൻ്റെയും റേറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ അതിന് 300 സംതിങ് ആയിട്ട് വില കിടപ്പുണ്ട്. ഒറിജിനൽ പ്രൈസ് 699 അങ്ങനെ എന്തോ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 ലെഗ്സാണ് വരുന്നത്. അതിന് നമ്മൾ ഇതുപോലെയല്ല, അല്ലാതെ നമുക്കിങ്ങനെ കോർണറിൽ, അതായത് 2 സോഫയൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ കോർണറിൽ ചെടിയൊക്കെ ഇച്ചിരി ഉയർത്തി വെക്കണം എന്നുണ്ടെങ്കിൽ ഇൻഡോറായിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഇത്രയും വലിപ്പമുള്ള പോട്ടും നല്ലതായിട്ട് തന്നെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. ഇൻഡോർ വയ്ക്കുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ഉള്ളത് ടെറസിൽ ഗാർഡനിങ് ചെയ്യുമ്പോഴാണ്. മഴക്കാലത്ത് നമ്മൾ മഴവെള്ളം എല്ലാം കൂടെ ഒലിച്ച് വന്ന് നമ്മുടെ ഗ്രോ ബാഗിൻ്റെ അടിയിൽ വെള്ളം കെട്ടി നിന്ന് പിന്നീട് അതിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന ലീക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്റ്റാൻഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ വെള്ളം താഴെ കെട്ടി നിൽക്കാതെ നല്ലതായിട്ട് ഒഴുകി പോവുകയും ചെയ്യും. മാത്രമല്ല ഇതിന് നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ അല്പം വെയിറ്റ് കൂടിയ ചെടിച്ചട്ടികളൊക്കെ വയ്ക്കുന്നതിനും കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ ഗ്രോ ബാഗ് ഒരുപാട് വലിയ ഗ്രോ ബാഗാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിടുത്തുള്ളത് നോക്കി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ചെടിച്ചട്ടിയൊക്കെ നല്ലപോലെ തന്നെ ഇരിപ്പുണ്ട്, ഗ്രോ ബാഗ് നല്ലപോലെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതിനെക്കാട്ടി വലിയ ഗ്രോ ബാഗാണെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്നൊക്കെ തൂങ്ങി വരാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കി കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റിൽ കുറച്ച് വ്യത്യാസം, ഒരു 300 സംതിങ് ആയിട്ടാണ് ഇപ്പോൾ ആമസോണിൽ കാണിക്കുന്നത്. ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.